കുറേ നാളുകളായിട്ട് നാട്ടിലുള്ളപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നത് കുറവാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു ഷോപ്പിൽ വന്നിട്ട് ഇത്രയധികം സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ അതിശയിച്ചു പോയിട്ടോ. നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതാണ്. കാരണം കുറേ നാളായിട്ട് ഞാൻ ഷോപ്പുകളിൽ പോയി എടുക്കാത്തത് കൊണ്ട് ഇതിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു പെർഫ്യൂമിൻ്റെ സെക്ഷനിൽ വന്നു കേട്ടോ. എൻ്റെ പൊന്നോ, എന്തോരം കളക്ഷൻസാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ടെണ്ണത്തിൽ കൂടുതൽ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന എടുത്ത് അന്നത്തെ ദിവസം എൻ്റെ പോവും. അപ്പോൾ ഞാൻ അതുകൊണ്ടെല്ലാം നോക്കി കാണാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗീവ് എവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ബ്യൂട്ടി ഐറ്റംസാണ് ഗീവ് എവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയാം കേട്ടോ. അങ്ങനെയാണ് ഞാനിത് നിങ്ങൾക്ക് ഗീവ് എവേ ആയിട്ട് തരുന്നത്. പിന്നെ ഒരുപാട് ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബോക്സുകളിൽ വരുന്ന ലിപ്സ്റ്റിക്സും അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടു കഴിയുമ്പോൾ അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ തോന്നലുണ്ട്. പക്ഷേ എനിക്കറിയാം ഞാനത് വാങ്ങിച്ചാൽ ഉപയോഗിക്കില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ട് ആസ്വദിക്കാൻ മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലില്ലാത്തത്. പിന്നെ നമ്മൾ ബാഗിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ എൻ്റെ ദൈവമേ, എന്തോരം തരത്തിലുള്ള ബാഗുകളാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓൺലൈനിലാണ് ഇത്രയധികം കളക്ഷൻസ് കാണാൻ പറ്റുക. ഒരിക്കലല്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ബോധം പോയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ്. കുഞ്ഞു മക്കൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള അടിപൊളി ഡ്രസ്സുകളായിരുന്നു കേട്ടോ. എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഒരു 5 ജോഡി അവിടെ നിന്ന് എടുത്തേനെ കേട്ടോ. അത്രയ്ക്കധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലേഡീസിൻ്റെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടൈപ്പായിരുന്നു. അതല്ലാത്തതുണ്ട്. പിന്നെ റേറ്റൊക്കെ അത്ര വലിയ റേറ്റൊന്നും പറയാനില്ല. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് തന്നെയായിരുന്നു കേട്ടോ. സത്യത്തിൽ അത് നോക്കി കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ ലുലുവിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ചീസ് കേക്കും വാങ്ങിച്ചിട്ട് നേരെ റൂമിൽ വന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫത്തീര വാങ്ങിച്ചിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ക്വാളിറ്റി വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച്